അവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന നായർ സ്ത്രീകൾ, നായർക്ക് താഴെയുള്ളവൻ അമ്പലത്തിൽ കയറ്റിയിരുന്നില്ല, നായർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ഊരി സെക്യൂരിറ്റി കൊടുക്കും. അപ്പോൾ അന്ന് മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഇതാ പറയുന്നത്, അതായത് സ്ത്രീകളുടെ നഗ്നമേരി കണ്ടാൽ മാത്രമേ തൃപ്തിയാകൂ എന്നൊരു ദേവനുണ്ടെങ്കിൽ ആ ദേവനെ ഉടനെ ധ്വംസിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ കൊറ്റിയാർ അവിടുത്തെ ദേവനല്ലേ, ആ ദേവൻ അവിടുത്തെ ശാസ്താവാണ്. തമിഴ്നാട്ടുകാർക്ക് ധരിക്കാം, വടക്കേ ഇന്ത്യക്കാർക്ക് ധരിക്കാം, മലയാളിക്ക് ധരിച്ചു. അതെന്താ? വസ്ത്രത്തിന്റെ ലഭ്യത കുറവാണ്. കാര്യം പഴയ മനുഷ്യരൊന്നും തന്നെ, പുരുഷന്മാരായിരുന്നില്ല, സ്ത്രീകളും മേൽവസ്ത്രം ധരിച്ചു. അന്നത്തെ ചന്തയിലെ ഏറ്റവും വലിയ വ്യാപാരം എന്താണ്? തിരുവിതാംകൂറിലും കൊച്ചിയിലും, മലബാറിന്റെ പിന്നെ വരുന്നുണ്ട് KONAMS. കേശവദാസപുരത്തിൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് കൽത്തച്ചക്കോണം എന്നാണ്. കല്ല്. പക്ഷെ എവിടുന്ന് കല്ലുകൊണ്ട്? അവിടെ എവിടെ കല്ലിരിക്കും? തിരുവനന്തപുരം 7 or 8 കുന്നുകളുടെ നഗരമാണ്, 3-4 തോടുകളുടെ നഗരമാണ്, കുഴികളുടെ നഗരമാണ്. നിരന്ന ഭൂമി ഇല്ല തിരുവനന്തപുരത്ത്, എല്ലാം കുന്നുകളാണ്. അതുപോലെ പട്ടം എന്ന് പറഞ്ഞാൽ കുന്നെന്ന് അതിൻ്റെ അർത്ഥം, ഉയർന്നത് എന്നുള്ള അർത്ഥമാണ്. പട്ടം പുറത്തുനിന്ന് ഉയർത്തിയല്ലേ. പട്ടം എന്ന് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ്. പട്ടം ഉയർന്ന സ്ഥലമാണ്. ഇവിടുന്ന് കുത്തേറ്റം കയറിയാണ് നമ്മളവിടെ ചെല്ലുന്നത്. അതുപോലെ കേശവദാസപുരം, കേശവദാസപുരത്തിൻ്റെ പേര് കറ്റച്ചക്കോണം എന്നാണ് പഴയ പേര്, കറ്റച്ചക്കോണം. അത് 2 അഭിപ്രായമുണ്ട്. ഇവിടുത്തെ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് കൽത്തച്ഛന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. ശരി, ഞാൻ അത് സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ കൽത്തച്ഛന്മാർക്ക് മുമ്പ് ഭൂമിയില്ലായിരുന്നോ? അന്ന് മനുഷ്യരില്ലായിരുന്നോ? അന്നൊരു പേരില്ലായിരുന്നു. അതെന്താ? അവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ അടിസ്ഥാനപരമായി ഭൂപ്രകൃതി അനുസരിച്ചാണ് സ്ഥലനാമങ്ങൾ. ഇപ്പോഴും നമ്മൾ ഉയർന്ന സ്ഥലത്തിന് എന്ത് പറയും? കുന്ന് എന്ന് തന്നെയാണ്. താഴ്ന്ന സ്ഥലം കുഴി എന്നും പറയും, അല്ലെങ്കിൽ താഴ്ന്നെന്ന് പറയും. അത് പണ്ട് മുതൽ, മനുഷ്യൻ്റെ ഉൽപ്പത്തി കാലം മുതൽ മലയാളി പറഞ്ഞു വരുന്നൊരു കാലമാണ്. ഭൂപ്രകൃതിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അതായത് ഭൂപ്രകൃതിക്ക് ഒരു 5-6 ഘടകങ്ങളുണ്ട്. 1 ഉയർന്നത്, താഴ്ന്നത്, നിരന്നത്, വലുത്, ചെറുത്, ജലസാന്നിധ്യം വളരെ പ്രധാനം. അടുത്ത് പാറയാണ്. പാറ എന്നൊരു വാക്കില്ല മലയാളത്തിൽ, പിന്നീട് വന്നതാണ്. എല്ലാം കല്ലെന്നാണ് പറയുന്നത്. ഇടയ്ക്കൽ ഗുഹ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടല്ലോ. 2 വലിയ പാറകൾക്കിടയ്ക്ക് ഒരു വലിയ പാറ വന്ന് ഇരിക്കുകയാണ്. എന്താ ഇടപ്പാറ എന്ന് പറയാത്തത്? പാറ എന്നൊരു പദമില്ലെന്ന്. ഇടക്കല്ല്, അത് കല്ലെന്നാണ് പറഞ്ഞിരുന്നത്. പാറ എന്ന് പറയുന്ന പദം വന്നത് പൊറൈ എന്ന വാക്കിൽ നിന്നാണ്. പൊറൈ എന്ന് പറഞ്ഞാൽ കുന്ന് എന്നർത്ഥം. കുന്നുകളിലാണ് പാറയുള്ളത്. അതുകൊണ്ട് അർത്ഥവ്യതിയാനം വന്ന പദങ്ങളിലൊന്നാണ് പാറ. യഥാർത്ഥം നമ്മൾ കല്ലെന്നും പെരുങ്കല്ലെന്നും ഒക്കെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കേശവദാസപുരത്തിൻ്റെ പഴയ പേര് എന്ന് പറയുന്നത് കൽത്തച്ചക്കോണം എന്നാണ്. കല്ല്. പക്ഷെ എവിടുന്ന് കല്ലുകൊണ്ട് വരും? അവിടെ എവിടെ കല്ലിരിക്കുന്നു? ശരിയാണ്. ഇനി അഥവാ കല്ല് കൊണ്ടുവന്ന് കൽത്തച്ഛന്മാർ പണി ചെയ്തു എന്നിരിക്കട്ടെ, അതിനു മുമ്പ് മണ്ണും ഭൂമിയും മനുഷ്യരും ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അത് കട്ടച്ചാലായാൽ ഒക്കില്ലേ? കട്ടച്ചാൽ കോണം. കട്ടയെന്ന് പറഞ്ഞാൽ എന്താ? മൺകട്ടയാണോ? നെട്ടയുടെ ഓപ്പോസിറ്റാണ്. നെട്ടയെന്ന് പറഞ്ഞാൽ നെടിയത്. നെട്ടയെന്ന് പറഞ്ഞാൽ നെടിയത്, ഉയർന്നത്. കട്ടയെന്ന് പറഞ്ഞാൽ ചെറുത്, നീളം കുറഞ്ഞത്. എൻ്റെ കീഴെ കിടപ്പുണ്ടൊരു തോട്. അവിടെ നേരെ ഉള്ളൂരേക്ക് പോകുമ്പോൾ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അത് തന്നെ കട്ടച്ച. ആ പേരിൽ നിന്നൊന്നാണ്. അപ്പം ഇപ്പോഴും ഭൂപ്രകൃതിയാണ് ഇതിൻ്റെ ഭൂപ്രകൃതി, സസ്യപ്രകൃതി, ജലപ്രകൃതി, ഇതൊക്കെ വെച്ചാണ് സ്ഥലനാമങ്ങൾ രൂപപ്പെടുക. പിന്നെ കൃത്രിമമായി നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ബാലരാമപുരം തിരുവനന്തപുരത്തിനടുത്താണ്. എൻ്റെ യഥാർത്ഥ പേര് അതല്ല, ബാലരാമവർമ്മപുരം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആൾ പറയാൻ സൗകര്യത്തിന് വർമ്മ തോട്ടിക്കളഞ്ഞു, എന്നിട്ട് ബാലരാമപുരമായി. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഈ പേര് വരുന്ന എപ്പോഴാണ്?
1813 പിന്നെ 9-10 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് എൻ്റെ പേര് അന്തിക്കാട് എന്നാണ്. അന്തിക്കാട് എന്നാണ് സ്ഥലത്ത്. അപ്പോൾ ഇത് പ്രകൃതിദത്തമായ ഒരു പേരാണ്, പ്രകൃതി തന്നെ സംഭാവന ചെയ്ത പേരുകളാണ്. അതുപോലെ കരമന എന്ന് പറയും, കരയിലെ മനയാണ്. പിന്നെ നദി കരമനയാറ് അതിലേ പോകുന്നുണ്ട്. അപ്പൊ ഈ കരമനയിൽ നിന്നാണ് ആറിന് പേര് വന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഇപ്പൊ വെള്ളനാട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അത് കോക്കുടിയാറാണ്, ആരനാട്ട് ചെല്ലുമ്പോൾ ആരനാട്ടാറാണ്, അരുവിക്കര വരുമ്പോൾ അരുവിക്കരാറാണ്. അപ്പം ആറിനൊരു പൊതുപ്പേര് സർവേ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തതാണ്. ഓരോ സ്ഥലത്തിനും ചെല്ലുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഇതനുസരിച്ചാണ് ആറ്. ആറിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്, വഴി. എങ്ങനെയാ പേര് വന്നു? വെള്ളം ഒഴുകുന്ന വഴിയാണോ? അല്ല, ഇപ്പം നമ്മൾ ഒരു വനത്തിന് നിൽക്കുന്നു, എനിക്ക് കടപ്പുറത്തെത്തണം, വൻകാടാൻ വഴി ഏതിലേ പോകും? വെള്ളം ഒഴുകുന്ന വഴിയെ ആളുകൾ പോയി. അങ്ങനെ ആറിന് ആർക്കുന്നതാണ് ആറ്. ഇപ്പോഴും നദി ഒഴുകുമ്പോൾ കള്ള അല്ലെങ്കിൽ ആർത്ത്, അങ്ങനെയാണല്ലോ ഒഴുകുക. അതുകൊണ്ടാണ് അതിന് ആറ് എന്ന അരുവി എന്നൊക്കെ അതിന് പേര് വന്നത്. ഇത് വഴിയായി ഉപയോഗിച്ചു മനുഷ്യൻ, ആദിമ മനുഷ്യൻ. അങ്ങനെയാണ് അത് കിട്ടി. ആദിവാസികൾ ഉപയോഗിക്കുന്നത് പകരം വേറൊന്നാണ്, ആടിനെയാണ് ഉപയോഗിക്കുന്നത്. ആട്, ഒരു കുന്ന് കയറണം, ആടിനെ മുമ്പേ വിട്ടാൽ മതി. ആടിനറിയാം എളുപ്പ വഴി. അങ്ങനെ ഒരു അപൂർവ സിദ്ധി ആ മൃഗത്തിനുണ്ട്. അപ്പം ഇതൊക്കെ സ്ഥലനാമങ്ങൾക്ക് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കൊടുക്കണം. പക്ഷേ ആരും അങ്ങനെ കൊടുത്ത് കാണാറില്ല. ഇവനി നമ്മൾ ഈ വർത്തമാനം കൊണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വാമൊഴിയിൽ മാറിപ്പോകുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ കോട്ടയത്ത് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പരിപ്പ്, അറിയാലോ? പരിപ്പ്, ഒരു സ്ഥലത്തിൻ്റെ പേര് പരിപ്പ് എന്നാണ്. എങ്ങനെ കണ്ടുപിടി? അവിടെ ആകെ നമുക്ക് തെളിവായിട്ടുള്ള ഒരു ക്ഷേത്രം മാത്രമാണ്, മഹാദേവ ക്ഷേത്രം. പരിപ്പ് എന്നാണ് ആ സ്ഥലത്ത്, കോട്ടയം ജില്ല. അവസാനം രേഖകൾ തപ്പിപ്പോയി. പോയപ്പോൾ ആ ക്ഷേത്ര രേഖയിൽ പറയുന്നുണ്ട് നൽപ്പരപ്പിൽ എന്നാണ് ആ സ്ഥലത്തിന്. പരപ്പിൽ നിരന്നത്, നൽപ്പരപ്പിൽ. ദേവന്റെ സ്ഥലമായിട്ട് നൽപ്പരപ്പിലായി. പറഞ്ഞത് പരിപ്പായി. അതുപോലെ നമ്മൾ കുഴയ്ക്കുന്ന ഒരു സ്ഥലം ഞാൻ കൊറ്റാമം. കൊറ്റാമം തിരുവനന്തപുരം ജില്ലയിലാണ്. കൊറ്റാമം എങ്ങനെ അതിൻ്റെ നിരുക്തി കണ്ടെത്തും? പഴയ രേഖകളെല്ലാം വേറെ മാർഗം നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നത് വലിയ കൗതുകകരമായൊരു പേരാണ്, കൊറ്റിയാർ മംഗലം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടുത്തെ പിന്നെ കൊറ്റിയാർ മംഗലം എന്ന് പറഞ്ഞാൽ കൊറ്റിയാറാൽ മംഗലമാക്കപ്പെട്ട സ്ഥലം. അതാണല്ലോ കൊറ്റിയാർ മംഗലം. ഈ കൊറ്റിയാർ മംഗലം എന്ന് പറയുന്നത് കൊറ്റിയാറാര്, അത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശാസ്താക്ഷേത്രം. ഈ ക്ഷേത്രം കൊണ്ടാണ് അത് മംഗലമാക്കിയത്, അല്ലേ? മനുഷ്യനല്ല, ദൈവമാണ് അത് മംഗലമാക്കിയെന്നാണ് സങ്കല്പം. അങ്ങനെയാണെങ്കിൽ കൊറ്റിയാർ അവിടുത്തെ ദേവനല്ലേ? ആ ദേവൻ അവിടുത്തെ ശാസ്താവാണ്. അങ്ങനെയെങ്കിൽ ശാസ്താവ് ബുദ്ധനെങ്കിൽ മറ്റൊരു പേര് കൂടി, ബുധൻ ഒരു പര്യായം കൂടിയുണ്ട്, കൊറ്റിയാർ എന്ന് പറയണ്ടേ? അപ്പം ഇങ്ങനെ നിരവധി സ്ഥലനാമങ്ങളിലൂടെ നമ്മളെ മലയാളത്തിൽ മരിച്ചുപോയ പദങ്ങൾ നമുക്ക് പുനർജീവിപ്പിക്കാൻ പറ്റും. സ്ഥലനാമങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പുനർജീവിപ്പിക്കാൻ പറ്റും. ഇനി വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പറയാം. കോട്ടൺ ഹിൽ, കോട്ടൺ ഹിൽ, അതിന് പരുത്തിക്കുന്ന, യഥാർത്ഥത്തിൽ ആദ്യം ഉണ്ടായിരുന്ന പരുത്തിക്കുന്നാണ്. അവിടെ സായിപ്പ് വന്നത് കൊണ്ടല്ല അത് കോട്ടൺ ഹില്ലായത്, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരികയാണ് ചെയ്തതെന്നുള്ള. എഡ്വേർഡ് കോട്ടൺ അവിടെ താമസിച്ചു എന്നുള്ളത് ശരിയാണ്. അതിനു മുമ്പ് തന്നെ പരുത്തിക്കുന്നുണ്ടായിരുന്നു. പരുത്തി കുന്ന് എങ്കിൽ അവിടെ പരുത്തി ഉണ്ടാവണ്ടേ? ഉണ്ടോ? പരുത്തി കുഴിയുണ്ട്, പരുത്തി പാറയുണ്ട്, അവിടെയൊക്കെ പരുത്തി ഉണ്ടാവും. പാറയിൽ പരുത്തി ഉണ്ടാവില്ല, കുഴിയിൽ പരുത്തി ഉണ്ടാവും ഇല്ല. പരുത്തി ഉണ്ടാവണമെങ്കിൽ കരിമണ്ണ് വേണം, കറുത്ത മണ്ണ് വേണം. പിന്നെ എങ്ങനെ ഈ സ്ഥലമൊക്കെ പരുത്തിയായി? വാക്ക് പരുത്തി എന്നല്ല, പരുത്തം എന്നാണ്. പരുത്തം എന്ന് പറയാൻ വലുത്. പരുത്തിക്കുഴി വലിയ കുഴി, പരുത്തിപ്പാറ വലിയ പാറ. കേരളത്തിൽ പരുത്തിയേ ഉണ്ടാവില്ല. എന്താ കാര്യം എന്നറിയും?
രണ്ട് ഈ കാര്യങ്ങളാണ്. ബ്ലാക്ക് സോയിലിന്റെ ലഭ്യത കുറവ് ഇല്ല. അല്ല. അപ്പോൾ കാര്യം ഇവിടുത്തെ മണ്ണല്ല ചെമ്മണ്ണാണ്, അതായത് ലാറ്ററൈറ്റ് കലർന്ന മണ്ണാണ്, അലുമിനിയത്തിൻ്റെ അംശമുള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സമൃദ്ധിയായി വളരില്ല. കാരണങ്ങളൊന്ന്. രണ്ടാമത്തേത്, നമുക്കിവിടെ 2 മൺസൂണുണ്ട്. ഇപ്പോഴാണ് കാലം തെറ്റി പെയ്യും. എന്തായാലും 6 മാസം മഴയും 6 മാസം വേനലുമാണ്, ഉറപ്പാണ്. പഞ്ഞി ഉണ്ട കിട്ടിപ്പോ. അതുകൊണ്ട് സീസണലായി നമുക്ക് ഇവിടെ ഇത് പരുത്തി കൃഷി ചെയ്യാൻ പറ്റില്ല. ആ കൃഷി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് പറ്റി? വസ്ത്രം നെയ്ത്ത് ഇവിടെ ഇല്ല. വസ്ത്രം നെയ്ത്ത് ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റി? ആ നെയ്ത്തുകാരുടെ ജാതി ഇവിടെ ഇല്ല. നെയ്ത്തുകാരുടെ ജാതി ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? നമ്മൾ പരിമിതമായി മാത്രം വസ്ത്രം ഉപയോഗിക്കുന്ന മനുഷ്യരാണ് മലയാളികൾ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് മേൽവസ്ത്രം ധരിച്ചുകൂടാ പുരുഷൻ? മേൽവസ്ത്രം ധരിച്ചുകൂടാ, അതൊരാചാരമാണ്, അനുഷ്ഠാനമാണ്, വിശ്വാസമാണ്. എനിവേ നമുക്കത് വിടാം, നമ്മുടെ വിഷയമല്ലത്. പക്ഷെ അത് എങ്ങനെ തുടങ്ങി? തമിഴ്നാട്ടുകാർക്ക് ധരിക്കാം, വടക്കേ ഇന്ത്യക്കാർക്ക് ധരിക്കാം, മലയാളിക്ക് ധരിച്ചു. അതെന്താ? വസ്ത്രത്തിന്റെ ലഭ്യത കുറവാണ്. ലഭ്യത കുറവാണ്. കാര്യം പഴയ മനുഷ്യരൊന്നും തന്നെ, പുരുഷന്മാരാരും തന്നെ, സ്ത്രീകളും മേൽവസ്ത്രം ധരിച്ചിട്ടില്ല. ഒരു ഉദാഹരണം, ഷർട്ടാണല്ലോ പ്രശ്നം. ഷർട്ട് ധരിക്കരുത്. അതിൻ്റെ മലയാളം പറ. ഷർട്ടിൻ്റെ മേൽവസ്ത്രം ധരിക്കരുത്. മേൽവസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തും ആകാലോ. ഒരു മൂടിക്കൊണ്ടുപോയാലും മേൽവസ്ത്രം ആകാം. ഷർട്ടിന് മലയാളം ഇല്ല. വേണമെങ്കിൽ കുപ്പായം എന്ന് നമുക്ക് പറയാം. പക്ഷെ കുപ്പായം എന്ന് പറഞ്ഞാൽ മലയാളമല്ല, അത് ഇറാനിയൻ പൽഹാബി ഭാഷയാണ്. കുപ്പാസ എന്നാണ് അതിൻ്റെ ഒറിജിനൽ രൂപം. പിന്നെ വേണമെങ്കിൽ ചട്ട എന്ന് പറയാം. ചട്ട എന്ന് പറയാൻ ഉടുപ്പെന്ന് അർത്ഥമില്ല. പാമ്പിനും ചട്ടയുണ്ട്. ശരീരം ആസകലം മൂടിയാലും ചട്ടയാണ്. പൊതിഞ്ഞിരിക്കുന്ന സാധനം എന്ന് ഞാൻ അർത്ഥം. ദാറ്റ് മീൻസ് അതിന് നമുക്ക് വാക്കില്ല. എന്താ കാര്യം? നമ്മുടേതല്ല. ഇനി മുണ്ട് ഉടുക്കുന്നു, അതിൻ്റെ വൈരുദ്ധ്യമാണ് ഞാൻ പറയുന്നത്. മുണ്ട് അത് മൂടാനുള്ളതാണ്, ഉടുക്കാനുള്ളതല്ല. അല്ല, മൂടാനുള്ള. അതാണ് മുണ്ട്. ഉടുപ്പ് നമ്മൾ പറയല്ലോ ഷർട്ടിന്, അത് ഉടുക്കാനുള്ളതാണ്, ഇടാനുള്ളതല്ല. ഇപ്പം എല്ലാം തലതിരിച്ച് നമ്മൾ പറയുന്നതിന് കാരണം ഇതൊന്നും നമ്മുടേതല്ലാത്തത് കൊണ്ടാണ്. 1817 മുതൽ 1820 വരെ ട്രാവൻകൂർ കൊച്ചി സർവേ നടത്തിയ വാർഡൻ കോർണർ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിരുന്നു. അന്നത്തെ ചന്തയിലെ ഏറ്റവും വലിയ വ്യാപാരം എന്താണെന്നറിയാം. എല്ലാ ചന്തകളിലും, തിരുവിതാംകൂറിലും കൊച്ചിയിലും, മലബാറിൻ്റെ പിന്നെ വരുന്നുണ്ട്. KONAMS. അതായിരുന്നു ചന്തയിലെ ഏറ്റവും വലിയ കച്ചവടം. അതിന് ബ്രാഹ്മണൻ ധരിക്കുമ്പോൾ അത് പട്ടുകോണകമായി, ശൂദ്രൻ ധരിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ തനി കോണകമായി, ബാക്കിയുള്ളവരൊക്കെ പാളക്കോണകം ധരിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ചിരിക്കേണ്ട ആണും പെണ്ണും. 1932 മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രസംഗം മലബാറിലെ കോട്ടയ്ക്കൽ ക്ഷേത്രത്തിലുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ പ്രസംഗം അദ്ദേഹം പറയാൻ ഒരു കാരണം ഇതാണ്. അവിടെ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന നായർ സ്ത്രീകൾ, നായർക്ക് താഴെയുള്ളവൻ അമ്പലത്തിൽ കയറ്റിയിരുന്നില്ല, നായർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ഊരി സെക്യൂരിറ്റി കൊടുക്കണം. മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല സ്ത്രീകൾ. അപ്പോൾ അന്ന് മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ ഇതാ പറയുന്നത്, അതായത് സ്ത്രീകളുടെ നഗ്നമേരി കണ്ടാൽ മാത്രമേ തൃപ്തിയാകൂ എന്നൊരു ദേവനുണ്ടെങ്കിൽ ആ ദേവനെ ഉടനെ ധ്വംസിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം അവിടെ ക്ഷേത്ര നടയിൽ പ്രസംഗിച്ചത്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടിയ പുസ്തകം, മന്നത്ത് പത്മനാഭൻ്റെ പ്രസംഗങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ, അപ്പോൾ ഈ വേഷത്തിൻ്റെ പേരിലൊരു ജാതിയില്ല നമുക്ക്, നെയ്ത്തുകാരില്ല, നെയ്ത്ത് സമൂഹം. നമുക്ക് ഇവിടെ വന്ന ശാലിയരും പത്മശാലിയരും എല്ലാം പുറത്തുനിന്ന് വന്നവരാണ്. നമുക്ക് തനതായ ഒരു നെയ്ത്ത് ജാതിയില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പരുത്തി കൃഷിയില്ല. പരുത്തി കൃഷിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വസ്ത്രത്തിൻ്റെ ഇതില്ല. പിന്നെ വേറൊന്നുള്ള കാലാവസ്ഥയാണ്, അധികം തണുപ്പില്ല. നമുക്ക് വലിയ തണുപ്പുണ്ടെങ്കിൽ നമുക്ക് മൂടി വെക്കേണ്ട കാര്യം ഇല്ല, നമുക്ക് സഹിക്കാവുന്നൊരു കാലം. അപ്പം ഇതൊക്കെ മതി. എൻ്റെ അമ്മൂമ്മ മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല മരിക്കുന്നത് വരെ. 104 വയസ്സിലാണ് മരിച്ചത്. എൻ്റെ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അമ്മേലെ അമ്മൂമ്മ. അമ്മയ്ക്ക് 96 മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല അവസാനം വരെ ഞാൻ കാണുമ്പോഴൊന്നും. കാര്യം അതൊരു ശീലമായിരുന്നില്ല.
തിരുവിതാംകൂറിലെ റാണിമാർ മേൽവസ്ത്രം ധരിച്ചിരുന്നില്ല 1800 വരെയൊക്കെ. അവർ പിന്നെ മേൽഭാഗം മറച്ചിരുന്ന ആഭരണങ്ങൾ കൊണ്ടായിരുന്നു. അത്രയും ആഭരണങ്ങൾ, വീതിക്കുള്ള ആഭരണങ്ങൾ ധരിക്കുമായിരുന്നു, ശരപ്പൊളിമാല പോലെയുള്ള ഇതൊക്കെ. അപ്പോൾ ഈ പരുത്തം എന്ന് പറയുന്നത് സ്ഥലനാമങ്ങളിൽ വരുന്ന പരുത്തങ്ങളൊന്നും പരുത്തിയുമായി ബന്ധപ്പെട്ടല്ല, പരുത്തമായി, അതായത് വലുത് എന്നുള്ള അർത്ഥത്തിലാണ്. പരുത്തിക്കുന്നും പരുത്തിപ്പാറയും പരുത്തിപ്പുറയെല്ലാം പരുത്തിയല്ല, പരുത്തമാണ് എന്നറിയാനാണ് ഇത്രയും പറഞ്ഞത്.